അങ്ങ് എന്തിനാണ് തോക്കെടുത്തത്? തലചൊറിയാൻ. കിട്ടിയാ? ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു. എന്തിനാണ് തോക്കെടുക്കുന്നത് സാറിന്? എന്തിനാണ് തോക്കെടുക്കുന്നത്? അതെ, ഹിമവൽ ചൈതന്യ എന്ന് പറഞ്ഞുകൊണ്ടൊരു ഒരു പടം എടുക്കുന്നു. അത് അങ്ങേ ഉദ്ദേശിച്ചാണ് എന്നൊക്കെ പിന്നീട് ആളുകളൊക്കെ പറഞ്ഞു. പക്ഷെ അതെടുത്ത ആ ജഗതിക്ക് പിന്നീട് സംഭവിച്ച ആ ഒരു വലിയ ദുരന്തം, ആ ദുരന്തം വന്നപ്പോൾ ഇത് കൃത്യമായിട്ടുള്ള കാര്യമാണ്, ഇതിങ്ങനെ സംഭവിക്കും, അല്ലെങ്കിൽ ഇതിൻ്റെ തിരിച്ചടി ഭീകരമായിരിക്കും എന്ന് ഒരു മുന്നറിയിപ്പ് ആർക്കെങ്കിലും സ്വാമി കൊടുത്തിരുന്നോ? ഇനി അല്ലെങ്കിൽ അങ്ങയുടെ ഒരു തിരിച്ചടിയായിരുന്നു അത്? അങ്ങൊരു ഉപാസകനാണ്, അതീവ ശക്തിയേറിയ ദേവതമാരെ ഉപാസിക്കുന്ന ഒരു ഉപാസകനാണ് അങ്ങ് എന്നൊരു എന്താണ് ആയിക്കോട്ടെ, ഞാൻ ഏത് സോപ്പിട്ട് കുളിക്കുന്നു എന്നുള്ളത് ഞാൻ പറയേണ്ട ആവശ്യമില്ല. അങ്ങ് ചില കാര്യങ്ങളിൽ പ്രതികരിച്ചത് കൊണ്ട് മാത്രം അങ്ങയുടെ അമ്മയെ ചേർത്തുകൊണ്ട് ചില കഥകൾ പ്രചരിപ്പിച്ചു. അതുകൊണ്ടാണ് കൊന്നു തള്ളിയത്. അതെ, അതുകൊണ്ടാ കൊന്നു തള്ളിയത്. എന്താണ് ഈ പറയുന്ന സമൂഹത്തിലുള്ള ചില ആരോപണങ്ങൾ, അല്ലെങ്കിൽ സത്യമാണോ മിഥ്യയാണോ എന്നറിയാത്ത ചില കാര്യങ്ങൾ, ജഗതിയുടെ ആക്സിഡൻറ്റുമായി ബന്ധപ്പെട്ട് ഉണ്ടായ സംഭവങ്ങൾ, അതുപോലെ തന്നെ ഒരു മാധ്യമപ്രവർത്തകൻ്റെ മരണം, അങ്ങേക്കെതിരായിക്കൊണ്ട് അങ്ങ് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു എന്ന് റിപ്പോർട്ട് ചെയ്ത മാധ്യമപ്രവർത്തക പിന്നീട് ആത്മഹത്യയ്ക്ക് ശ്രമിക്കുന്നു, ഒരു പോലീസ് ഓഫീസറുടെ മുമ്പിൽ വെച്ച് അങ്ങ് അറസ്റ്റ് ചെയ്ത ഈ ദിവസം നിങ്ങൾ എഴുതി വെച്ചോളൂ, അടുത്ത ഈ വർഷം എന്താണ് സംഭവിക്കുക എന്നുള്ളത് നിങ്ങൾ കണ്ടോളൂ എന്ന് പറയുന്നു. അങ്ങനെയൊക്കെ സംഭവിച്ചതിന് ശേഷം അവിടെയൊക്കെ നടക്കുന്നത് ചില അത്ഭുതങ്ങളാണ്. ആരൊക്കെയോ ഈ പറയുന്നത് പോലെ മരണപ്പെട്ടിട്ടുണ്ട്. ദുരൂഹ സാഹചര്യത്തിൽ പല ആളുകൾക്കും പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട്. സ്വാമിയോട് കളിച്ച ആളുകളെല്ലാം, അല്ലെങ്കിൽ സ്വാമിയെ എതിർത്ത ആളുകളെല്ലാം തന്നെ വലിയ ബുദ്ധിമുട്ടിലേക്ക് പോയിട്ടുണ്ട്. ഇതൊക്കെയാണ് ഈ പറയുന്ന നമ്മുടെ സമൂഹത്തിൽ നിൽക്കുന്ന ആരോപണങ്ങൾ. യഥാർത്ഥത്തിൽ സ്വാമി ഭദ്രാനന്ദ് ഒരു ഗ്യാങ്സ്റ്ററാണ് എന്ന് ഞാൻ പറഞ്ഞാൽ, അതായത് പകുതി ആത്മീയതയ്ക്ക് വേണ്ടി നിലകൊള്ളുകയും പകുതി അധോലോകത്തിന് വേണ്ടി, അല്ലെങ്കിൽ ഒരു ഗ്യാങ്സ്റ്ററായി നിലകൊള്ളുകയും ചെയ്യുന്ന ആളാണ് എന്ന് ഞാൻ പറഞ്ഞാൽ അങ്ങ് അത് നിഷേധിക്കും? ഗ്യാങ്സ്റ്ററിൻ്റെ അർത്ഥം എന്താണെന്നറിയാം? ഗ്യാങ്ങായിട്ട് പോയിട്ട് ആൾക്കാർ അറ്റാക്ക് ചെയ്യുന്നവരാണ്. ഞാൻ ഗ്യാങ്സ്റ്ററൊന്നുമല്ല. അങ്ങേക്കൊരു ഗ്യാങ് ഇല്ല? എനിക്കായാലും ഞാൻ മാത്രമേ ഉള്ളൂ. ഞാൻ ഒരു സാധാരണ മനുഷ്യനാണ്. നിങ്ങൾ ഈ വല്ലവരുമൊക്കെ പറയുന്നത് കേട്ടിട്ട് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ യാഥാർത്ഥ്യങ്ങളുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് ശരിയാണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അതിൽ ശരിയുണ്ട്, ശരി തന്നെയാണ്. ഞാനിവിടെ വന്നിരുന്ന് ചാനലിൻ്റെ മുന്നിൽ വന്നിരുന്ന് ആൾക്കാരുടെ മുന്നിൽ ചെന്ന് ഞാൻ അതാണ് ഇതാണെന്ന് പറഞ്ഞ് കേൾപ്പിച്ചിട്ട് മാസടിക്കാമെന്നാണോ നിങ്ങൾ എന്നെ ഇവിടെ വിളിച്ചിരുന്നത്? എനിക്ക് മാസടിക്കാൻ ഇഷ്ടപ്പെടുന്നതോ അങ്ങനത്തെ ഒരു കാര്യമല്ല എൻ്റെ ജീവിതത്തിലുള്ളത്. എനിക്ക് അടി കിട്ടി, ഞാൻ തിരിച്ചടിച്ചു. അതെൻ്റെ പേഴ്സണൽ കാര്യങ്ങളാണ്. എൻ്റെ സംസ്കാരത്തെ തകർക്കാൻ ഒരു ഗ്രൂപ്പ് വർക്ക് ചെയ്തു, ഞാൻ അവരെ തിരിച്ച് അറ്റാക്ക് ചെയ്തു. എനിക്ക് പറ്റുന്ന വിധത്തിൽ ഞാൻ റിയാക്ട് ചെയ്തു. നമ്മളുടെ കൂടെ ഉള്ള ഒരു ഗ്യാങ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു മൂവ് എന്ന് പറയുന്നത്, നമ്മൾ ഈ പറയുന്ന പോലെ റോഡിൽ റോബറിയും സ്നാച്ചിങ്ങും പിടിച്ചുപറിയായിട്ടൊക്കെ നടക്കുന്ന ആൾക്കാരല്ല നമ്മുടെ ഗ്യാങ് എന്ന് പറയുന്നത്. എൻ്റെ കൂട്ടത്തിൽ ഒരു ഗ്രൂപ്പുള്ളത് അതൊരു സ്പിരിച്വൽ ഗ്രൂപ്പാണ്, ഒരു ധാർമ്മിക് ഗ്രൂപ്പാണ്, ധർമ്മത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഗ്രൂപ്പാണ്. ഈ ഗാങ്സ്റ്റർ എന്ന് പറയുന്നത് ഈ ഏറ്റവും അടിയിലത്തതാണ് ഈ റൗഡികൾ എന്ന് പറയുന്നത്. അതിനൊരു ഹയറാക്കി എന്ന് വെച്ചാൽ റൗഡി കഴിഞ്ഞാൽ റൗഡിയെ നിയന്ത്രിക്കുന്ന ഗുണ്ടകൾ ഈ പിരിവും പിടിച്ചോറിയായിട്ട് നടക്കുന്ന ആൾക്കാർ. അതിൻ്റെ മുകളിൽ ഗുണ്ടകളുടെ മുകളിലുള്ളത് ഗാങ്സ്റ്ററിൻ്റെ മുകളിൽ ഗാങ്സ്റ്റേഴ്സിനെ കൺട്രോൾ ചെയ്യുന്നത് പൊളിറ്റീഷ്യൻസാണ്. എല്ലാവരും നിങ്ങളൊക്കെ വോട്ട് കൊടുക്കുന്ന പൊളിറ്റീഷ്യൻസിനെ കൺട്രോൾ ചെയ്യുന്നതാണ് ഡോൺസ് എന്ന് പറയുന്നത്. ഈ ഡോൺസിൻ്റെ അകത്ത് വരുന്ന ഒരു സർക്കിളാണ്, അതായത് ഡോൺസ് എല്ലാം കൂടെ കൂടുന്നതാണ്. ഒരു അസോസിയേഷൻ പോലുള്ള രജിസ്ട്രേഷൻ ഇല്ലാത്തൊരു ഗ്രൂപ്പാണ് ഈ മാഫിയ എന്ന് പറയുന്നത്. ഇതാണ് അതിൻ്റെ. അല്ലെ ഗാങ്സ്റ്റർ ഇത് എന്താണ്? ഇപ്പോൾ വെറുതെ ഒരു ആളെ കണ്ടുപിടിച്ചിരുത്തിട്ട് നിങ്ങൾ ഗാങ്സ്റ്റർ ആണോ എന്ന് ചോദിച്ചാൽ എന്ത് യുക്തിയായാലുള്ളത്? ഗാങ്സ്റ്ററൊക്കെ ഇങ്ങനെ എന്നെ പോലെയാണോ വരുന്നത്? ഞാനത് ചോദിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്, ഇന്ത്യയിലെ ഒരു പ്രധാനപ്പെട്ട സംസ്ഥാനത്ത് ഒരു പെൺകുട്ടിയുടെ വജൈനയിൽ അതിക്രൂരമായി ആക്രമണം നടത്തി ഒരു രക്ഷയുമില്ലാതെ നമ്മളൊക്കെ കേട്ടാൽ നിലവിളിച്ചു പോകുന്ന രീതിയിൽ ആക്രമണം നടത്തിയിട്ട് ആ പ്രതിയെ നിയമം സംരക്ഷിച്ചപ്പോൾ ആ പറയുന്ന പ്രതിയെ എങ്ങനെയാണോ ശിക്ഷിക്കണമെന്ന് ജനങ്ങൾ ചിന്തിക്കുന്നത് അതേ രീതിയിൽ നഗ്നനാക്കി അതിക്രൂരമായി മർദ്ദിക്കപ്പെട്ട് ഇനിയൊരു പെൺകുട്ടിക്ക് നേരെയും അയാൾ കൈ ഉയർത്താത്ത രീതിയിലേക്ക് ഒരു രീതിയിൽ അയാൾക്ക് തിരിച്ചടി ഉണ്ടായി. ആ തിരിച്ചടിക്ക് പിന്നിൽ അതുമുതൽ പലതരത്തിലുള്ള ഈ പറയുന്നത് പോലെ
എന്താണ് ഈ ഡ്രഗ്സ് അതുപോലുള്ള പല മയക്കുമരുന്ന് കാര്യങ്ങൾക്കും പുറകിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്കൊക്കെ ഇങ്ങനെ പലതരത്തിലുള്ള അറ്റാക്കുകൾ അവർക്ക് നേരെ ഉണ്ടാകുന്നതിനൊക്കെ പിന്നിൽ അങ്ങയുടെ പേര് കേൾക്കുന്നുണ്ട്. ധർമ്മത്തിന് വേണ്ടിയാണ് അങ്ങ് അത് ചെയ്യുന്നു എന്ന് അങ്ങയെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ പറയുന്നു. പക്ഷേ അങ്ങാണോ അതൊക്കെ ചെയ്യുന്നത്? അങ്ങ് സത്യത്തിൽ അങ്ങനെ ഒരു കാര്യമുണ്ട്. അങ്ങയുടെ പേര് വളരെ ഫലപ്രദമായി കേൾക്കുന്നത് കൊണ്ടാണ് ഞാനത് ചോദിച്ചത്. എനിക്കറിയില്ല. ഈ മൗനത്തിന് എന്തോ ഒരു 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 ഗൂഢാർത്ഥം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞ ഇതൊന്നുമില്ല. ഓരോരുത്തർ ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലങ്ങൾ അനുഭവിക്കുന്നു, അത്രയേ ഉള്ളൂ. കർമ്മഫലം അനുഭവിക്കണ്ടേ, അത്രയേ ഉള്ളൂ. ശരി, ഈ അങ്ങേക്ക് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഒരു സിനിമ മലയാളത്തിൽ ജഗദീഷ് ശ്രീകുമാർ ഉൾപ്പെടെയുള്ള ആൾക്കാർ ചേർന്നെടുത്തു. ഹിമവൽ മഹേശ്വർ എന്ന് പറയുന്ന ഹിമവൽ സ്വാമി എന്ന് പറയുന്ന, അതെ, ഹിമവൽ ചൈതന്യ എന്ന് പറഞ്ഞുകൊണ്ടൊരു ഒരു പടം എടുക്കുന്നു. അത് അങ്ങയെ ഉദ്ദേശിച്ചാണ് എന്നൊക്കെ പിന്നീട് ആളുകളൊക്കെ പറഞ്ഞു. പക്ഷേ അതെടുത്ത ആ ജഗതിക്ക് പിന്നീട് സംഭവിച്ച ആ ഒരു വലിയ ദുരന്തം, ആ ദുരന്തം വന്നപ്പോൾ ഇത് കൃത്യമായിട്ടുള്ള കാര്യമാണ്, ഇതിങ്ങനെ സംഭവിക്കും അല്ലെങ്കിൽ ഇതിൻ്റെ തിരിച്ചടി ഭീകരമായിരിക്കും എന്ന് ഒരു മുന്നറിയിപ്പ് ആർക്കെങ്കിലും സ്വാമി കൊടുത്തിരുന്നോ? ഇനി അല്ലെങ്കിൽ അങ്ങയുടെ ഒരു തിരിച്ചടിയായിരുന്നു അത്? ആർക്കെങ്കിലും അല്ല, ജഗദീഷ് ശ്രീകുമാറുമായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഞാനത് തന്നെയാണ് ചോദിച്ചത്. എനിക്കത് നേരിട്ട് അറിയാത്തത് കൊണ്ടാണ്. ജഗദീഷ് ശ്രീകുമാറിനോട് അങ്ങ് എന്തെങ്കിലും പറഞ്ഞിരുന്നു? എല്ലാവർക്കും അറിയുന്ന കാര്യമല്ല. ആലുവയിൽ വെച്ചിട്ട് ചവറ പള്ളിയിൽ വെച്ചിട്ടാണല്ലോ വിജയ് തമ്പിയുടെ സിനിമ ഷൂട്ടിൽ വെച്ചിട്ട് ഇതെടുത്ത് ഞാൻ ചോദിച്ചതാണ്, എന്തിനാ നിങ്ങൾ ഈ സന്യാസിമാരെ അനാവശ്യമായിട്ട് ആക്രമിക്കുന്നത്? ഓരോ കഥാപാത്രങ്ങളിലൂടെ അവരുടെ ക്രെഡിബിലിറ്റി ഇല്ലാണ്ടാക്കുന്നു. നിങ്ങൾ അവതരിപ്പിക്കുന്ന ഓരോ കഥാപാത്രങ്ങളും ഹിന്ദു സംസ്കാരത്തെയും സനാതന ധർമ്മത്തെയും ഇല്ലാണ്ടാക്കുന്ന വിധത്തിൽ, ഇതിനെ പരിഹസിക്കുന്ന വിധത്തിൽ ആയിത്തീർന്നുകൊണ്ടിരിക്കുകയാണ്. എന്തിനാ ഇങ്ങനെ ഇത്തരം രീതിയിലുള്ള ഒരു ഹീനകർമ്മം ചെയ്യുന്നത്? അതുപോലെ സന്തോഷ് മാധവനെ പോലെ ചിത്രീകരിച്ച് അവരൊക്കെ ചെയ്തത് എല്ലാ തെമ്മാടിത്തരങ്ങളും കാണിച്ചിട്ട് അവസാനം എൻ്റെ പേരും വെച്ചിട്ട് തോക്കെടുക്കുന്ന ഒരു സീനും കാണിച്ചു. അല്ലെ ഞാനെന്ത് പഴിച്ചു? ഞാൻ അതുപോലത്തെ ഒരു തെണ്ടിത്തരം കാണിച്ച സന്യാസിയായിരുന്നു എന്ന് ചോദിച്ചു. അദ്ദേഹം വളരെ റൂത്ത്ലെസ് ആയിട്ട് എന്നോട് പറഞ്ഞു, തനിക്കതെങ്കിലും പരാതി ഉണ്ടെങ്കിൽ ഒരു കടലാസ് എഴുതി കൊടുക്കണമെന്ന്. ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്തൊരു മറുപടി കൊടുത്തിരുന്നു, കടലാസ് എഴുതി കൊടുക്കുന്ന എൻ്റെ രീതിയല്ല എന്ന് പറഞ്ഞു. അത്രയും ഞാൻ പറഞ്ഞു. എന്നാൽ പിന്നെ താൻ തൻ്റെ പണി നോക്കി ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ആ പണി താൻ താങ്ങില്ല മിസ്റ്റർ ശ്രീകുമാർ എന്ന് പറഞ്ഞു. മെയ് 17 നിങ്ങൾ മെയ് 17 ബന്ധപ്പെട്ട എൻ്റെ ജീവിതത്തിനെയാണ് നിങ്ങളിങ്ങനെ വളച്ചൊടിച്ച സമൂഹത്തെ തെറ്റിദ്ധരിപ്പിച്ചത്. അപ്പോൾ ആ 17 തന്നെ നിങ്ങൾക്ക് അതിനുള്ള 17 ബന്ധപ്പെട്ട് തന്നെ ഒരു അനുഭവം ഉണ്ടാവുമെന്ന് പറഞ്ഞു. അത്രേ പറഞ്ഞുള്ളൂ. NH-17 അയാൾക്ക് ആക്സിഡൻ്റ് ആവുന്നല്ലേ, അതല്ലേ ആൻഡ്രസിന് ഉദ്ദേശിച്ചത്. ജഗതിക്ക് അറിയാം എന്താ സംഭവിച്ചത്. ജഗതിയുടെ അടുത്ത് ചോദിക്കൂ. അങ്ങൊരു ഉപാസകനാണോ? അതീവ ശക്തിയേറിയ ദേവതമാരെ ഉപാസിക്കുന്ന ഒരു ഉപാസകനാണ് അങ്ങ് എന്നൊരു, എന്താണ്? ഞാൻ എന്തെങ്കിലും ആയിക്കോട്ടെ, ഞാൻ എന്താണ്, ഞാൻ ഏത് സോപ്പിട്ട് കുളിക്കുന്നു എന്നുള്ളത് ഞാൻ പറയേണ്ട ആവശ്യമുണ്ടോ? ഞാൻ എന്താണെന്നുള്ളത് ഞാൻ അറിഞ്ഞാൽ പോരെ. ഞാനിവിടെ ആരെങ്കിലും കേൾക്കുന്നത്, ഇപ്പോൾ ഞാൻ എൻ്റെ കാമുകിക്കോ എൻ്റെ ഭാര്യയ്ക്കോ ഓകാസം ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ നാട്ടുകാരുടെ അടുത്ത് പറയേണ്ട ആവശ്യമുണ്ടോ? ശരി, ഞാൻ അങ്ങനെ ഉണ്ടോ ഞാൻ ചോദിക്കുക. ഇല്ല. എൻ്റെ സ്വകാര്യം, എനിക്ക് എത്ര പൈസ ഉണ്ടെന്നുള്ളത് ഞാൻ നാട്ടുകാരുടെ അടുത്ത് പറയേണ്ട ആവശ്യമുണ്ടോ? എനിക്ക് എവിടെയൊക്കെ ബന്ധങ്ങളുണ്ടെന്ന് ഞാൻ ഈ നാട്ടുകാരുടെ അടുത്ത് വിളിച്ച് പറയേണ്ട ആവശ്യമുണ്ടോ? ഞാൻ എന്ത് ഭക്ഷണമോ തിന്നണമെന്നുള്ളത് ഞാൻ നാട്ടുകാരുടെ അടുത്ത് പറയേണ്ട ആവശ്യമുണ്ടോ? എൻ്റെ സുഹൃത്തുക്കൾ എത്ര കഴിവുള്ളവരാണ്, അല്ലെങ്കിൽ എൻ്റെ ആൾക്കാർക്ക് എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ ഞാൻ നാട്ടുകാരുടെ അടുത്ത് പറയേണ്ട ആവശ്യമുണ്ടോ? എൻ്റെ സുഖമാണെങ്കിലോ എൻ്റെ ദുഃഖമാണെങ്കിലോ എൻ്റെ ശക്തിയാണെങ്കിലോ എൻ്റെ നെറ്റ്വർക്കാണെങ്കിലോ ഇതൊക്കെ രഹസ്യങ്ങൾ എന്നും രഹസ്യങ്ങളായിരിക്കേണ്ടതാണ്. രഹസ്യങ്ങൾ 2 പേർ മാത്രം ഇരിക്കേണ്ട, അത് മൂന്നാമതൊരാളെ പരസ്യമായിപ്പോൾ ഞാനിതൊക്കെ ഇവിടെ ഒന്നെന്ന് പറയേണ്ട ആവശ്യം ഇത് ആരൊക്കെ ഇത് കേൾപ്പിച്ചിട്ട് എന്താ കിട്ടുക? ഈ കേൾക്കുന്നവരെ കൊണ്ട് എന്തെങ്കിലും രീതിയിലുള്ള ഒരു കാര്യം ഇവർ കേട്ടിട്ട് എന്താ കിട്ടുന്നത്? ഇതൊരു തരം മാസ്റ്റർബേറ്ററിയാണ്. ഒരു ചാനലിൽ വന്നിരുന്ന് അങ്ങനെയുണ്ട്, ഇങ്ങനെയുണ്ട്, അതാണ്, ഇതാണ്, മറ്റേതാണ്, മറിച്ചാണ്. ഇവിടെ എന്തെങ്കിലും 10 രൂപയുടെ ലാഭമുണ്ടോ? ഇത് എനിക്ക് 5 പൈസയുടെ ലാഭം ഇതിനകത്തുണ്ടോ? അങ്ങേക്ക് ലാഭമുണ്ടോ? ഇത് കേൾക്കുന്നവർക്ക് എന്തെങ്കിലും ലാഭമുണ്ടോ? എന്തെങ്കിലും ഗുണമുണ്ടോ? ഒരാളുടെ ജീവിതത്തിനകത്ത് അവരുടെ കഥയിലേക്ക് ഇറങ്ങി നമ്മൾ തോണ്ടി നിങ്ങൾ മാധ്യമപ്രവർത്തകർക്ക് ഇങ്ങനെ തോണ്ടലെന്ന് പറയുന്ന ഒരു ഹോബിയാണ്. അത് തോണ്ടി പോവുക.
അല്ല, സമൂഹത്തിനൊരു സംശയം ഉണ്ടാകുമ്പോൾ അത് ദൂരീകരിക്കുക എന്നുള്ളത് മാധ്യമ പ്രവർത്തകരുടെ ഒരു കടമയാണ്. സമൂഹത്തിന്റെ സംശയം ക്ലിയർ ചെയ്തിട്ട് എന്ത് കിട്ടാനാണ്? ഈ സമൂഹമാണോ ഈ ലോകത്ത് കാര്യങ്ങൾ ചെയ്യുന്നത്? സമൂഹത്തിൽ ആരൊക്കെ ഇരിക്കുന്നത്? കുറെ കരിഞ്ചന്തക്കാർ, പിടിച്ചുപറിക്കാർ, കൊള്ളക്കാർ, സാമൂഹ്യ വിരുദ്ധർ, ചൂഷണം ചെയ്യുന്നവർ. സമൂഹം ഒരു ആഫ്രിക്കൻ പായൽ പോലെയാണ് പാർത്ഥൻ. ഒരു ഓളം വരുമ്പോൾ ഇതങ്ങ് മാറും, വീണ്ടും ഇത് ഒന്നിച്ചു കൂടും. സമൂഹത്തിന് ആരോടും കടപ്പാടില്ല, ആരോടും നന്ദിയില്ല. ഒരു റോഡ് ക്രോസ് ചെയ്ത് പോകാൻ നിൽക്കുന്ന ഒരാൾക്ക് ഒരു 5 സെക്കൻഡ് പോലും വണ്ടി ബ്രേക്ക് ചവിട്ടി നിർത്തി കൊടുക്കാൻ മനസ്സില്ലാത്ത ഒരു സമൂഹമാണ് നമുക്കുള്ളത്. ഒരാൾക്കൊരു അപകടം പറ്റിയാൽ, ഒരാൾക്കൊരു പ്രശ്നം പറ്റിയാൽ അവരെ സഹായിക്കാൻ മനസ്സില്ലാത്തൊരു സമൂഹമാണ് നമുക്കുള്ളത്. 1 രൂപയുടെ ചിലവില്ല. ഒരു റേഷൻ കാർഡോ ഒരു BPL കാർഡോ ഒരു സാധാരണ ഒരു അമ്മയോ അച്ഛനോ സഹോദരങ്ങളോ ആരെങ്കിലും ഗതികെട്ട ഒരാൾ വന്ന് കാത്തിരുന്നാൽ എന്താണ് മക്കളെ, അല്ലെങ്കിൽ എന്താണ് സഹോദര സഹോദരി, അമ്മ അച്ഛ നിങ്ങൾക്ക് പ്രശ്നം ചോദിച്ച് അവിടെ പ്രശ്നം അറിഞ്ഞൊരു ഒപ്പിട്ട് കൊടുക്കാൻ മനസ്സില്ലാത്ത ഉദ്യോഗസ്ഥരാണ് നമ്മുടെ സമൂഹത്തുള്ളത്. അപ്പം ഈ സമൂഹമൊക്കെ കേൾക്കാൻ വേണ്ടി പറയാൻ എനിക്കൊന്നും താല്പര്യമില്ല. ഞാൻ ഈ സമൂഹത്തിൽ നിന്ന് അകന്നു നടക്കുന്ന ഒരു മനുഷ്യനാണ്. നമ്മൾ തമ്മിലൊരു വ്യക്തിബന്ധം കൊണ്ട് മാത്രമാണ് ഞാൻ ഇന്നിവിടെ ഇരുന്നത്. ഞാൻ ചാനലുകളിൽ വരാൻ ഇഷ്ടപ്പെടില്ല. ഇന്നലെ പത്രസമ്മേളനം നടത്തിയത് വെള്ളാപ്പള്ളി എന്ന് പറയുന്ന അത്രയും ഒരു 3rd rate ക്രിമിനൽ, അത്രയും ഡെഡ്ലി ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരാൾ ഇനി സമൂഹത്തെ പറ്റിക്കരുതെന്ന് ഓർത്തിട്ടാണ് അത്രയും ചലഞ്ച് ഏറ്റെടുത്തിട്ട് ഞാൻ വന്ന് സംസാരിച്ചത്. അതിലെനിക്ക് ലാഭമൊന്നുമില്ല. ഞാൻ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടിക്കാരനല്ല. എനിക്ക് വോട്ട് കിട്ടാനോ വോട്ട് കൊടുക്കാനോ ഞാൻ നിൽക്കുന്ന ആളുമല്ല. അങ്ങനെയാണെങ്കിൽ ഒരു ചോദ്യം, അതായത് 1 മണിക്കൂറിന് 3 ലക്ഷം രൂപ വരെ നൽകി അങ്ങയുടെ പേഴ്സണലായിട്ടുള്ള അങ്ങയുടെ സേവനം തേടുന്ന ആളുകളുണ്ട്. മാത്രവുമല്ല, ഇന്ത്യയിൽ ഒരുപാട് രാഷ്ട്രീയ നേതാക്കന്മാർ, ഒരുപാട് ആളുകൾ ഇവരുടെയൊക്കെ കൂട്ടത്തിൽ അങ്ങയെ കാണാറുണ്ട്. ചന്ദ്രബാബു നായിഡു എന്ന് പറയുന്ന ഒരു ഏറ്റവും വലിയ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട നേതാവിന് അങ്ങ് ഒരു മിസ്റ്റേക്ക് ക്രിയ ചെയ്തു കൊടുത്തിരുന്നു എന്നുള്ളത് ഈ പറയുന്ന ഇന്ത്യയുടെ പൊതുവായിട്ടുള്ള മാധ്യമപ്രവർത്തകർക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. അങ്ങും ചന്ദ്രബാബു നായിഡുമായിട്ടുള്ള ബന്ധം അറിയാവുന്നതാണ്. അങ്ങ് ഈ ആത്മീയപരമായിട്ട് ഇവർക്ക് ചെയ്തു കൊടുക്കുന്ന ചില കാര്യങ്ങൾ, ചില സേവനങ്ങൾ, ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് യഥാർത്ഥത്തിൽ അത്തരം കാര്യങ്ങളെക്കുറിച്ച് കൂടി അങ്ങ് സംസാരിക്കേണ്ടതല്ലേ? അതൊക്കെ എന്തെങ്കിലും മറച്ചു വെക്കേണ്ട കാര്യമുണ്ടോ? ആപ്പിളിൻ്റെ കമ്പ്യൂട്ടറിൽ ഓരോ സോഫ്റ്റ്വെയർസിലും, അല്ലെങ്കിൽ ഇത് ആപ്പിളിൻ്റെ ഫോണാണ്, ഇത് സാംസങ്ങിൻ്റെയാണ്. ഇതിൽ രണ്ടിലും 2 ടൈപ്പ് സോഫ്റ്റ്വെയർസ് ഇടാറുണ്ട്. ഇത് ഉപയോഗിക്കുന്നവന് ആ സോഫ്റ്റ്വെയർ പറഞ്ഞു കൊടുത്തത്. ഈ സാംസങ് ഉപയോഗിക്കുന്നവന് ഈ ആപ്പിളിൻ്റെ സോഫ്റ്റ്വെയറിനെ പറ്റി പറഞ്ഞിട്ട് കാര്യമില്ല, അത് ഇട്ട് കൊടുക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ ഇതിലും അതുപോലെ പറഞ്ഞിട്ട് ഇട്ട് കൊടുക്കാനും പറ്റില്ല. ഓരോന്നിനും ഓരോ ആവശ്യമുണ്ട്, ഓരോരുത്തർക്കും ഓരോ കാര്യമുണ്ട്. ആസ്റ്റിൻ മാർട്ടിൻ ഉപയോഗിക്കുന്ന വ്യക്തി അവന് വേണ്ട ആവശ്യങ്ങൾ അവൻ്റെ അടുത്ത് പറയേണ്ടതാണ്. അത് അൾട്ടോ ഉപയോഗിക്കുന്നവൻ്റെ അടുത്ത് പറയേണ്ട ആവശ്യമില്ല. രണ്ടിലും ഒരു സ്റ്റിയറിങ്, 4 വീലും, ഒരു ബോണറ്റും ഡിക്കിയും ഉണ്ടാവും. മനസ്സിലാവുന്നുണ്ടോ? എവിടെ എന്ത് പറയണം, എന്ത് പറയാൻ പാടില്ല. കോടതിയിൽ ചെന്ന് എന്തും പറയരുത്. എന്തൊക്കെ പറയാൻ പാടില്ല അതാണ് കോടതിയിൽ പോകുമ്പോൾ പഠിക്കേണ്ടത്. അതുപോലെ ജനകീയ കോടതിയിൽ എന്തൊക്കെ പറയാമെന്നല്ല, എന്തൊക്കെ പറയാൻ പാടില്ല എന്ന് ചിന്തിക്കണം. പല രാഷ്ട്രീയക്കാരും പല സുഹൃത്തുക്കളും എനിക്കുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾ അറിഞ്ഞതും അറിയാത്തതുമായിട്ടുള്ളതുണ്ടാവും. അവർക്കിടയിൽ എനിക്ക് പല രഹസ്യങ്ങളുണ്ടാവും. അവരെന്നെ വിശ്വസിച്ച് പറയുന്ന കാര്യങ്ങളുണ്ടാവും. ഞാനത് ഇവിടെ വന്നതെന്ന് പറഞ്ഞ് ഒരു 4 ലൈക്കും ഒരു 12 കമൻറ്റും മേടിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഓരോരുത്തർക്കും ഓരോ കാര്യങ്ങളുണ്ട്, ഓരോ സ്പേസ് ഉണ്ട് നമുക്കിടയിൽ. ഓരോ വ്യക്തികൾ നമ്മളെടുത്ത് അടുക്കുന്നത്, ഞാൻ PC ജോർജിനെ പോലെ ഉടക്കുമ്പം നാളെ തെറി വിളിക്കാനും, അല്ലെങ്കിൽ ഇവിടുത്തെ രാഷ്ട്രീയക്കാരെ പോലെ, അല്ലെങ്കിൽ റീലോളീസ് എന്ന് പറയില്ലേ, റീലിട്ട് ഷോ കാണിക്കാൻ ആൾക്കാർ വരാറുണ്ട്. 10 രഹസ്യങ്ങൾ പുറത്തു വരാൻ. ഇപ്പം തന്നെ സോഷ്യൽ മീഡിയ കണ്ടില്ലേ, രഹസ്യങ്ങളായിട്ട് വെക്കേണ്ടതാണ് മന്ത്രങ്ങൾ. നിൻ്റെ സ്വത്ത്, നിൻ്റെ ധനം എല്ലാം നീ വിറ്റോ, കൊടുത്തോ, പക്ഷേ വിജയത്തിനായി ഉപയോഗിക്കുന്ന നിൻ്റെ മന്ത്രങ്ങൾ നീ ആർക്കും കൊടുക്കരുതെന്നൊരു. അതെ, 5 തരം കാര്യങ്ങൾ ആരോടും പറയരുതെന്നുണ്ട്. നമ്മുടെ വിജയത്തിന് ഉപയോഗിക്കുന്ന മന്ത്രങ്ങളും, നമ്മളുടെ സൂക്ഷ്മക്രിയകളും കാര്യങ്ങളും, അതുപോലെ ശത്രുവിൻ്റെ വിവരങ്ങൾ, രോഗവിവരങ്ങൾ, ധനം വരുന്ന വഴി, ലൈംഗിക രഹസ്യം, ഇതൊന്നും പബ്ലിക്കിൽ പറയേണ്ട കാര്യമല്ല. ഇതൊക്കെ പറയുമ്പോൾ കേൾക്കുന്നവൻ നമ്മളെങ്ങനെ പണി തരാം, നമ്മളെങ്ങനെ അതിജീവിക്കാം, നമ്മളെങ്ങനെ ഇല്ലാണ്ടാക്കാം, നമ്മൾ കൊടുക്കുന്ന വടിയാണ്. ഇവിടെ ആരെ കാണിക്കാറാണ് നമ്മളിപ്പോൾ എന്തെങ്കിലും ആണെന്ന് പറഞ്ഞാൽ ആരുടെ കാര്യത്തിലാണ് കൺസേൺ? ഇത് കേട്ട് കഴിഞ്ഞിട്ട് അപ്പം തന്നെ ആൾക്കാർ അടുത്ത പണിക്ക് പോകും. ജനങ്ങൾ ഇതൊന്നും എല്ലാം ഒന്ന് കണ്ട ഒരു റീല് വേണ്ടി ഇപ്പുറത്ത് തട്ടിമാറ്റും, ഇതിങ്ങനെ തട്ടിമാറ്റും. ചിന്തിക്കാനുള്ള സമയമില്ലാത്ത ആൾക്കാരാണ്. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട വിഷയങ്ങളെപ്പറ്റി എന്തിനാണ് ഇവിടെ സംസാരിക്കുന്നത്?
ചന്ദ്രബാബുവിൻ്റെ കേസ് വേറെ കേസ്, അങ്ങനെ പല കേസുകളും പല ഇതുണ്ട്. അതൊക്കെ നമ്മൾ ഇവിടെ ടോപ്പിക്ക് ആരെടുത്തായി സംസാരിക്കാൻ? ആത്മീയതയെ പറ്റി ഒരു ചുക്കും ചുണ്ണാമ്പും അറിയാത്ത, മരിച്ചിനി കമ്പും മണ്ണെണ്ണയും മരപ്പൊടിയിട്ട് ഹോമം ചെയ്യുന്ന മലയാളികളുടെ ഇടയിൽ, അല്ലെങ്കിൽ ഭഗവാൻ സാക്ഷാൽ ശ്രീകൃഷ്ണൻ വന്നിട്ടും ഞാനാണ് ധർമ്മ സംരക്ഷകനായ ശ്രീകൃഷ്ണൻ, ഭക്തരെ എന്ന് പറഞ്ഞാൽ കൃഷ്ണനെ പോടാ കഴിവറുടെ മോനെ എന്ന് വിളിക്കുന്നതാണ് മലയാളി. ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞ് എന്തെങ്കിലും ഇവിടുത്തെ മലയാളി പാലിച്ചിട്ടുണ്ടോ? ശങ്കരൻ പഠിപ്പിച്ച അദ്വൈത സിദ്ധാന്തത്തെ പറ്റി മലയാളി പാലിച്ചിട്ടുണ്ടോ? എത്രയോ 18 പുരാണങ്ങൾ, 18 ഉപപുരാണങ്ങൾ, 1008 ഉപനിഷത്തുകൾ, വിശുദ്ധ ഗ്രന്ഥങ്ങൾ, ഷഡ്ദർശനങ്ങൾ, സ്മൃതികൾ, ഇതെന്തെങ്കിലും മലയാളി വായിച്ചിട്ടുണ്ടോ? മലയാളിക്ക് ഇതിനെപ്പറ്റി അറിയേണ്ട ആവശ്യമുണ്ടോ? ബിവറേജിൽ ഏതൊക്കെ ബ്രാൻഡ് ഉണ്ടെന്ന് മലയാളിക്ക് അറിയാം. അതാണ് മലയാളി. വെള്ളം ഒഴിച്ചടിക്കാം, ഒഴിക്കാതെ അടിക്കാം. ഇന്നത്തെ ഈ പുതിയ നടിക്ക് എത്ര റേറ്റ് അവളെ എവിടെ കൊണ്ടുവരാൻ പറ്റുമെന്ന് നോക്കും. ഏതൊക്കെ ആപ്പിൽ ഏതൊക്കെ പെണ്ണുങ്ങളെ കിട്ടും, ഏതൊക്കെ ആണുങ്ങളെ കിട്ടും, പുതിയ ബ്രാൻഡ് ഏത്, പുതിയ സംഭവം ഏത്, അതായത് പുതിയ ഇപ്പം ലക്സോറിയസ് ലൈഫിലേത്, മുഖത്ത് എന്ത് വാരി തേക്കാം, അതായത് മൂടെങ്ങനെ വലുതാക്കാം, മുല എങ്ങനെ വീർപ്പിക്കാം എന്ന് പറഞ്ഞ് കിടക്കുന്ന സർജറീസിൻ്റെ പിറകെ പോവുക. ഇവിടെ ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഒരു ഫ്രണ്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, അവൾ ഒരുപാട് പേരൂടെ പോയിട്ട് അവൾ വെർജിനാണെന്ന് കീപ്പ് ചെയ്യുന്ന രീതിയിൽ ദർ ആർ സം സർജറി, അത് ചെയ്തു കഴിഞ്ഞാൽ അവർ ഫ്രഷ് ആണെന്ന് അടുത്ത കെട്ടുന്നവൻ തോന്നുന്ന വിധത്തിൽ സർജറി ചെയ്ത് നടക്കുന്ന, അതിനെപ്പറ്റി അന്വേഷിക്കുന്ന മലയാളി. പുതിയ ഡ്രഗ് ഏതാണുള്ളത്, ഏത് പബ്ബിലാണ് പുതിയ വൈബുള്ളത്, ഏത് പബ്ബിൽ പോയാൽ പുതിയ പെണ്ണിനെ വളയ്ക്കാൻ പുതിയ ആണിനെ കിട്ടും. ജിഗോളോസിൻ്റെ പിറകെ പോകുന്ന മലയാളി, പ്രോസ്റ്റിറ്റ്യൂട്ടിൻ്റെ പിറകെ പോകുന്ന മലയാളി, സ്പാ സെൻറ്ററിൽ പുതിയ ഇത് ബോഡി ടു ബോഡി തപ്പി കിടക്കുന്ന മലയാളി, ബട്ടർഫ്ലൈ എന്ന് പറഞ്ഞ് തപ്പി കിടക്കുന്ന മലയാളി, വൺ നൈറ്റ് സ്റ്റാൻഡ് എന്ന് പറഞ്ഞ് കിടക്കുന്ന മലയാളി, ഫ്രണ്ട്സ് വിത്ത് ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞ് കിടക്കുന്ന മലയാളി. ദിസ് ഫക്കിംഗ് ആസ് ഹോൾസ്. ഐ ഹേറ്റ് ദിസ് community like anything now. I don't want to spend my energy or time with this craps. ഇത്രയും perverted ആയിട്ടുള്ള, സ്വന്തം അമ്മയെ ബലാത്സംഗം ചെയ്യുന്ന മലയാളി, ദേശസ്നേഹമില്ലാത്ത മലയാളി, ഒരു പെണ്ണിനെ വളച്ചിട്ട് അവളുടെ പിറകെ പോയി സ്നിഫർ ഡോഗുകൾ നടന്നിട്ട് അവളുടെ മാന്യത കൊണ്ട് പൊടാന്ന് പറഞ്ഞ് നടന്നു കഴിഞ്ഞാൽ അവളെ കിട്ടിയില്ലെങ്കിൽ അവൾ വെടിയാണെന്ന് പറയുന്ന മലയാളി, തനിക്ക് കിട്ടാത്തത് മറ്റൊരാൾക്കും കിട്ടരുതെന്ന് ചിന്തിക്കുന്ന മലയാളി, മനസ്സ് നിറയെ കുഷ്ഠം പിടിച്ചിട്ട് ബാക്കിയുള്ളവരുടെ അസൂയയായിട്ട് നിൽക്കുന്ന മലയാളി, സ്വന്തം കൂട്ടുകാരനാണെങ്കിലും ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ അവന് കാണാം ഇൻസ്റ്റാഗ്രാമിൽ എത്ര പേര്, 2000 പേര് കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു 4 ലൈക്ക് പോലും 5 ലൈക്ക് കൊടുക്കാൻ മനസ്സില്ലാത്ത മലയാളി. അത് കാണുമ്പോൾ തന്നെ അവർ പറയും 5 6 ലൈക്ക് എനിക്കുള്ളൂ. കാരണം ഒരു മനുഷ്യൻ നന്നാവണ ഇഷ്ടപ്പെടാത്ത മലയാളി അല്ലേ? ഇതല്ലേ മലയാളി? തന്നെയാണോ? നമ്മുടെ അവസ്ഥ ഇതാണോ കേരളത്തിലെ ഇന്ന് കാണുന്ന മലയാളി? എല്ലാവരും അല്ലെങ്കിലും ഭൂരിഭാഗം അങ്ങനെയാണ്. എല്ലാവരും എന്നല്ല പറയണേ, ഈ നമ്മുടെ നാട്ടിലെ മലയാളിയുടെ കാര്യം. നല്ല മലയാളിയെ കാണുമ്പോൾ പ്രവാസികളുടെ അടുത്ത് പോകണം, നാട് വിട്ടുപോകണം. ദുർജനങ്ങളെ കൊണ്ട് കുമിഞ്ഞുകൂടിയിരിക്കുന്ന ഒരു സംസ്കാരം, ഒരു സംസ്ഥാനം. ഇവിടെ ഞാൻ എന്ത് പറയണം പാർത്ത? എത്ര ദ്രോഹിച്ചു എന്നെ. ദ്രോഹിച്ച കാര്യത്തിലേക്ക് വരുന്ന സമയത്ത്, അതായത് അങ്ങ് ചില കാര്യങ്ങളിൽ പ്രതികരിച്ചത് കൊണ്ട് മാത്രം അങ്ങയുടെ അമ്മയെ ചേർത്തുകൊണ്ട് ചില കഥകൾ പ്രചരിപ്പിച്ചു. അതുകൊണ്ടാണ് കൊന്നു തള്ളിയത്. അതെ, അതുകൊണ്ടാണ് കൊന്നു തള്ളിയത്. ഒരു നിയമത്തിൻ്റെയോ ഒന്നിൻ്റെ സഹായം തേടാൻ പോയില്ല, ഒരിടത്തും യാചിക്കാൻ പോയില്ല. ഗുരുവിനെ ശുശ്രൂഷ കൊണ്ടും ജനത്തെ ദാനം കൊണ്ടും സത്യത്തെ നീതി കൊണ്ടും ശത്രുവിനെ ആയുധം കൊണ്ടും ജയിക്കാൻ പഠിപ്പിച്ച ആ പരമ്പര ഫോളോ ചെയ്യുന്നവനാണ് ബദ്രാനന്ദ്. ആരുടെയും സഹായം ഞാൻ ചോദിക്കാൻ പോയില്ല. അടിച്ച ദിവസം അടിച്ചതിൻ്റെ ഇരട്ടിയായിട്ട് അവൻ്റെ ഇന്ദ്രിയങ്ങൾ പടയ്ക്കുന്ന വിധത്തിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടുത്തെ ഹിന്ദുക്കൾക്ക് അത് മനസ്സിലായില്ലെങ്കിലും അടി കിട്ടിയ ഗ്രൂപ്പിനറിയാം. അവന്മാർ അതുകൊണ്ട് തന്നെയാണ് ഹിന്ദുവിനെ തൊടാൻ ഭയക്കണമെന്ന് ഞാൻ പറഞ്ഞു. അടുത്ത തലമുറ ഇവിടെ സേഫായിട്ട് ജീവിക്കണം. എൻ്റെ സഹോദരിമാർ ഇവിടെ ഗതികേട് കൊണ്ട് അല്ലെങ്കിൽ ഭയം കൊണ്ട് ഒരു ഗതികേട് കൊണ്ട് ഒരു പുരുഷൻ്റെ മുന്നിൽ അവരുടെ അവരുടെ വസ്ത്രം അയക്കേണ്ട ഗതികേടുണ്ടാവരുത്. എൻ്റെ സഹോദരികൾ ഇവിടെ പട്ടിണി കൊണ്ട് ഭക്ഷണം കഴിക്കാൻ പറ്റാതെ ഉറങ്ങേണ്ട അവസ്ഥ ഉണ്ടാവരുത്. എൻ്റെ അമ്മ പെങ്ങന്മാരും സഹോദരങ്ങളും ഇവിടെ ആരുടെയും മുന്നിൽ മുട്ടുകുത്തരുത്. ഭയം കൊണ്ട് ക്രിയേറ്റ് ചെയ്ത് തന്നെയാണ് ഇവിടെ നിന്ന് പോയത്.
പക്ഷേ ഇതൊന്നും ഇവിടുത്തെ മലയാളിയുടെ ഉണ്ടാക്കാനല്ല ഞാൻ വന്നത്. എനിക്ക് ഇവന്മാരെ കാണുമ്പോൾ കലിയ. പട്ടി ഷോ കാണിക്കണവന്മാരെ ഇവന്മാർക്ക് ആവശ്യം, പട്ടി ഷോ കാണിക്കണവന്മാരെ. അങ്ങ് എന്തിനാണ് തോക്കെടുത്തത്? തല ചൊറിയാൻ. എന്തിനാണ് തോക്കെടുക്കുന്നത് സാറിന്? എന്തിനാണ് തോക്കെടുക്കുന്നത്? അല്ല, തോക്കെടുക്കേണ്ട ഒരു സാഹചര്യം എന്തായിരുന്നു? അങ്ങ് വലിയൊരു സ്വാമിയായി നിൽക്കുന്ന ഒരാളാണ്. അപ്പോൾ അങ്ങേപ്പോലുള്ള ഒരാൾ തോക്ക് സ്വാമി എന്നറിയപ്പെടുന്നു. തോക്കെടുക്കേണ്ട ഒരു അവസ്ഥ വരുന്നു. ആ തോക്കെടുത്തതിലൂടെ അങ്ങ് കൊടുത്ത സന്ദേശം എന്തായിരുന്നു? അല്ലെങ്കിൽ എന്ത് കാര്യത്തിലാണ് സന്യാസി തോക്കെടുക്കുന്നത്? സന്ദേശത്തിനല്ലല്ലോ. മൈക്ക് എടുക്കുന്നത് സന്ദേശത്തിനാണ്, സന്ദേശം പകരാനാണ്. തോക്കെടുക്കുന്നത് സന്ദേശം പകരാനാണ്, ഡിഫൻസാണ്. ഒരു സന്യാസിക്ക് തോക്കെടുക്കാമോ എന്നുള്ളതാണ് ചോദ്യം. ആരുടെ ചോദ്യം? ഏത് നാറിയാണ് ചോദിക്കണേ? ഏത് നാറിയാണ് ചോദിക്കണേ? ഇവിടുത്തെ കുറേ നാറികൾ ചോദിച്ചിട്ടുണ്ട് സന്യാസിക്ക് തോക്കെടുക്കാമെന്ന്. ഈ ചോദിക്കുന്ന നാറികളാരാ? ഈ നാറികൾക്ക് പലതും വീട്ടിൽ ഇരുന്നും കമൻറ്റിലൂടെയും ചോദിക്കാമല്ലോ. ഇന്ത്യൻ സൈന്യം എന്തിനാ തോക്കെടുക്കുന്നത്? പാർത്ഥൻ്റെ അമ്മയെ ഭയങ്കര കാര്യമല്ലേ? സ്വന്തം അമ്മയെ സംരക്ഷിക്കാൻ പാർത്ഥന് പറ്റിയില്ലെങ്കിലോ? എൻ്റെ അമ്മയെ ആക്രമിക്കാനും എന്നെ ആക്രമിക്കാനും ഞാൻ താമസിച്ചിരുന്ന വീട്ടിൽ 10-60ഓളം 70ഓളം 65-70ഓളം വരുന്ന NDF-കാരും കമ്മ്യൂണിസ്റ്റുകാരും വീട്ടിൽ വന്ന് എൻ്റെ അമ്മേനെ, എൻ്റെ വെപ്പാട്ടിയാണ്, സന്തോഷ് മാധവൻ്റെ കൂടെ ഒരു സ്ത്രീയുണ്ട്, അല്ല കുറേ സ്ത്രീയുണ്ട്, നീ ഒരുത്തി വെച്ചുകൊണ്ടിരിക്കല്ലേ, ഇറക്കി വിടണമെന്ന് പറഞ്ഞ് എൻ്റെ വീട് ആക്രമിക്കാൻ വന്ന പിന്നെ ഞാൻ തോക്കല്ലാതെ പിന്നെ പഴം എടുക്കണോ? ആണോ? പഴം എടുക്കണോ? പഴം എടുത്തിങ്ങനെ തൊലിച്ചുകൊണ്ടിരിക്കണോ? ചേട്ടാ കുറച്ച് കഴിക്കുമെന്ന് പറയും. അതോ വേദപുസ്തകം എടുക്കണോ? അതോ കിണ്ടിയും മണി എടുക്കണോ? പരശുരാമൻ ആയുധം എടുത്തെറിഞ്ഞല്ലേ കേരളം ഉണ്ടായത്? അങ്ങനെയല്ലേ ചരിത്രം? ആണോ? ഐതിഹ്യം ആണോ? ഐതിഹ്യം അങ്ങനെയാണല്ലോ. പരമശിവന്റെ കയ്യിലിരിക്കുന്നത് തൃശ്ശൂലമല്ലേ? ശ്രീകൃഷ്ണൻ്റെയും വിഷ്ണുവിൻ്റെ കയ്യിരിക്കുന്നത് ഡോണറ്റാണോ, ഉഴുന്നുവടയാണോ, അതോ സുദർശന ചക്രമായിരുന്നു? സുദർശന ചക്രം. അത് ആയുധമാണോ? അല്ലേ? ആണോ? കാളിയുടെയിലും എന്തായിരുന്നത്? വാളാണ്. ദുർഗയുടെയിലും വാളാണ്. ശ്രീരാമൻ്റെയിലും അയ്യപ്പൻ്റെയിലും അമ്പും വില്ലുമാണ്. അല്ലേ? അവരൊക്കെ എന്താ ആയുധം എടുത്തത്? ചോദിക്കുന്നുണ്ടോ ഇവന്മാരാരെങ്കിലും? ചോദിക്കുന്നുണ്ടോ? എനിക്ക് ആയുധം എടുക്കാനുള്ള യോഗമുള്ളത് കൊണ്ടും എന്നെ അത് നിയോഗിച്ചത് കൊണ്ടും ഞാൻ ആയുധം എടുത്തു. ഞാൻ ആയുധം കൊണ്ടു കിടക്കുന്നു, ആയുധം ഞാൻ ഉപയോഗിക്കുന്നു. ഞാനിവിടെ ഒരു മഠത്തിനകത്ത് കയറിയിരുന്ന് 3 നേരം തിന്ന് സുഖിച്ച് AC-യിൽ വിട്ട് ഒരു പണിയെടുക്കാതെ ഇവിടുത്തെ സംസ്കാരത്തിനോ രാജ്യത്തിനോ വേണ്ടി മിണ്ടാതെ റിറ്റാലിയേറ്റ് ചെയ്യാതെ ഇരിക്കുന്ന ആളാണോ ഞാൻ? ഞാനിവിടെ സംസാരിക്കുന്നവനാണ്, ഞാൻ പ്രതികരിക്കുന്നവനാണ്. ഐ എം എ വാരിയർ, ഐ എം എ സോൾജർ, ഐ എം എ ഫൈറ്റർ. ഒരു പോലീസ് സ്റ്റേഷനിൽ കയറി ഉന്നത ഉദ്യോഗസ്ഥരുടെ സമീപത്ത് വെച്ച് അങ്ങ് വെടിവെപ്പ് നടത്തി, അങ്ങ് ഉദ്യോഗസ്ഥരെ കൊല്ലാൻ ശ്രമിച്ചു എന്നൊക്കെയുള്ള വിധത്തിലാണ് അങ്ങക്കെതിരെ കേസ് വന്നത്. ആ കേസ് ദയനീയമായി പരാജയപ്പെട്ടു പോയെങ്കിലും യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു സംഭവത്തിലേക്ക് ഒരു സന്യാസിയായ ഒരു മനുഷ്യന് പോവേണ്ടതിൻ്റെ ഒരു സാഹചര്യം അത് എന്തായിരുന്നു എന്ന് അങ്ങേക്ക് പറയാൻ പറ്റുമോ? ഞാൻ പല ഇൻ്റർവ്യൂസിൽ അത് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ പാർത്ഥ. ഞാൻ പോലീസുകാരെ എല്ലാവരും ഞാൻ വെടിവയ്ക്കാൻ ശ്രമിച്ചതും പോലീസുകാർക്കെതിരെ ചെയ്തില്ല. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ അന്ന് എനിക്കെതിരെ വെച്ച് തന്ന ഒരു കേസാണത്. അത് കോടതിയിൽ തള്ളിപ്പോയി. ഞാൻ അവിടെ വെടി പൊട്ടിയെന്നുള്ളത് സത്യം തന്നെയാണ്. പക്ഷെ അവിടെ സംഭവിച്ചത് എന്താണെന്നുള്ളതും ചാർജ് ഷീറ്റ് വായിച്ചാൽ അറിയാൻ പറ്റും. 307, 309 എനിക്കെതിരെ തന്ന കേസ്. എൻ്റെ ചോറ് കൊണ്ട് ഈ നാട് നന്നാവുമെങ്കിൽ നന്നായിക്കോട്ടെ, പക്ഷേ മറ്റ് സന്യാസിമാരെ, ഹിന്ദുക്കളെ ആക്രമിക്കുന്നത് അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞു. സന്തോഷ് മാധവൻ്റെ പേരിൽ ഒരുപാട് സന്യാസിമാരെ ആക്രമിക്കുന്ന സമയത്തായിരുന്നു എനിക്കങ്ങനെ പ്രതികരിക്കേണ്ടി വന്നത്. അപ്പോൾ ഈ അടിവസ്ത്രം ധരിക്കാതെ നേർത്ത മുണ്ടുടുത്ത് ആ മണി ആട്ടി പൂജ ചെയ്യുന്നവരെ കാണാനാണ് ഹിന്ദു സ്ത്രീകൾ ക്ഷേത്രങ്ങളിൽ പോകണമെന്ന് G. സുധാകരൻ പറഞ്ഞപ്പോൾ G. സുധാകരനെ ഞാൻ തല്ലുമെന്ന് പറഞ്ഞു. അതിൻ്റെ വാശിയിൽ അവരെനിക്ക് ഈ ഒരു കേസ് തന്നതാണ്. അവിടെ ഫയറായത് ശരി തന്നെയാണ്, പക്ഷേ CIനെ വെടിവെച്ച് കൊല്ലാൻ ശ്രമിച്ചു എന്നുള്ളത് തെറ്റായ വാർത്തയായിരുന്നു. CI പിറകിൽ നിൽക്കായിരുന്നു. അപ്പോൾ പിറകിൽ നിൽക്കുന്ന ആളെ എനിക്ക് എങ്ങനെ വെടിവെക്കാൻ പറ്റും? ഫ്രണ്ടിൽ മാധ്യമപ്രവർത്തകരായിരുന്നു അവിടെ പ്രശ്നം ഉണ്ടാക്കിയത്. അവർ എഴുതി വെച്ച കഥയാണ് പിന്നെ കേരളം വായിച്ചത്. അതിലൊരു മംഗളം പത്രമാണ് എനിക്കെതിരെയുള്ള ന്യൂസ് ഫാബ്രിക്കേറ്റ് ചെയ്തത്. കാരണം ഇവിടുത്തെ ക്രിസ്ത്യൻ മതപരിവർത്തനത്തിനെതിരെ എൻ്റെ വിങ് ശക്തമായിട്ട് പ്രവർത്തിച്ചിരുന്നു. വലിയ മതപരിവർത്തനം ഇവിടെ കൂടിക്കൊണ്ടിരുന്ന സമയത്ത് അതിനെതിരെ ഞാനും എൻ്റെ കൂടെയുള്ള കുറേ സ്വയംസേവനും വർക്ക് ചെയ്തുകൊണ്ടിരുന്നു. അതിൻ്റെ ദേഷ്യം അവർ കാണിച്ചത് എൻ്റെ വീട്ടിൽ 250 പേർക്ക് ഞാൻ ഭക്ഷണം കൊടുത്തിട്ടാണ് ഞാൻ ഒരു നേരത്തെ ആഹാരം കഴിച്ചുകൊണ്ടിരുന്നത്. എൻ്റെ
അരിപ്പാത്രത്തിനകത്ത് ഈ പള്ളിക്കാർ വന്നിട്ട് ക്രിസ്ത്യൻസ് വന്നിട്ട് മണ്ണ് വാരി ആ ഇതിനകത്തിട്ടു. എൻ്റെ അമ്മയും എൻ്റെ കൂടെ ഉള്ളവരെയൊക്കെ ഇവർ മുറി പൂട്ടിയിട്ടിരുന്നു. അങ്ങനെ ഫൈറ്റ് നടക്കും. 3 മർഡർ അറ്റംപ്റ്റ് ഞാൻ ഫേസ് ചെയ്തു. അതിനുശേഷമാണ് ഞാൻ തോക്കെടുക്കുന്നത്. അതൊക്കെ എനിക്ക് ഒരുപാട് ബാക്ക് ഹിസ്റ്ററീസ് ഉണ്ട്. ചുമ്മാതല്ല ഇവരെന്നെ ആക്രമിക്കാൻ വന്നത്. ആ സമയത്താണ് സന്തോഷ് മാധവൻ്റെ ഇഷ്യൂ വരുന്നത്. അയാളെ പ്രൊജക്റ്റ് ചെയ്യുന്ന സമയത്ത് എവിടെ സന്തോഷ് മാധവൻ്റെ പടമുണ്ട് അവിടെ ഭദ്രാനന്ദൻ്റെ പടവും ചുമ്മാതെ കുത്തിക്കയറ്റി മംഗളത്തിലെ ആൾക്കാർ ചെയ്ത പണിയാണത്. ആ സമയത്താണ് ജി സുധാകരൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് അയാളുമായിട്ട് പ്രശ്നം വരുന്നത്. മുസ്ലിം തീവ്രവാദികളുമായിട്ട് അതുവരെ എനിക്ക് പ്രശ്നം ഡയറക്റ്റ് ഇല്ലായിരുന്നു. ഇവിടുത്തെ ക്രിസ്ത്യൻ തീവ്രവാദികളായിരുന്നു അന്നത്തെ പ്രശ്നം, ഇവിടുത്തെ മതഭ്രാന്തന്മാർ. അതിനുശേഷമാണ് ഈ മുസ്ലിം തീവ്രവാദികളുമായിട്ടുള്ള എൻ്റെ ഫൈറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവരെല്ലാവരും കൂടി ഈ ക്രിസ്ത്യാനികൾ എന്നെപ്പറ്റി മോശമായിട്ട് എഴുതി മുസ്ലിങ്ങളും കമ്മ്യൂണിസ്റ്റുകളും കൂടെ ചേർന്ന് എന്നെ ആക്രമിക്കാൻ വരുന്നു. ഞാൻ താമസിക്കുന്നത് എറണാകുളത്താണ്. അന്ന് പ്രശ്നം കൂടിയപ്പോൾ എൻ്റെ സെക്രട്ടറി ആയിട്ട് വർക്ക് ചെയ്തിരുന്ന രാഹുൽ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കൊണ്ട് ഒരു 3-4 ദിവസം അവിടെ നിൽക്കാമെന്ന് പറഞ്ഞ് അവിടെ നമുക്ക് കാൽവേലി സമ്മാനത്തോടെ നിൽക്കാമെന്ന് പറഞ്ഞു. ഇവിടെ നിന്ന് ആൾക്കാർ അറിഞ്ഞ് അവിടെ വന്നു. എന്നിട്ട് ഇവർ പറഞ്ഞെന്താ ഞാൻ തോക്കെടുത്തത് ആത്മഹത്യ ഭീഷണി മുഴക്കാനാണ്, ആത്മഹത്യക്കാണെന്ന് പറഞ്ഞു. എൻ്റെ ചോര കൊണ്ട് ഈ നാട് നന്നാവട്ടെ, മറ്റ് സന്യാസിമാരെ വെറുതെ വിടൂ, ഇവർക്ക് എൻ്റെ ചോരയാണെങ്കിൽ ഇത് എടുത്തോട്ടെ എന്ന് ഞാൻ ലേബി സജീന്ദ്രൻ്റെ അടുത്ത് മനോരമയുടെ അടുത്ത് പറഞ്ഞപ്പോൾ അവരാണ് പറഞ്ഞത് ആത്മഹത്യ ഭീഷണി മുഴക്കി തോക്കുമായിട്ട് ഇയാൾ വീട്ടിൻ്റെ ഫ്രണ്ടിൽ നിൽക്കാമെന്ന് പറഞ്ഞു. അവർക്ക് സെൻസേഷനിന് വേണ്ടിയിട്ട് അവരിട്ട വാർത്തയാണ്. അവസാനം ലേബി ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ച വാർത്ത സമൂഹം കാണേണ്ടി വന്നു. കുറേ പോലീസുകാർ ഞാൻ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞ് പരിഹസിച്ച് പോലീസുകാരെല്ലാം ആത്മഹത്യ ചെയ്തു ജീവിതത്തിൽ. അതൊക്കെ വേറൊരു മിസ്റ്റീരിയസ് കഥയായിരിക്കും, അത് വേറൊരു ലോകമാണ്. എനിക്ക് അതിലോട്ട് പോകാൻ ഞാൻ പോയിട്ട് കാര്യമില്ല. ഇപ്പം നമ്മളുടെ ലൈഫിൽ നമ്മൾ അനുഭവിച്ച കാര്യങ്ങൾ ഇവിടെ സമൂഹത്തിൽ കിടന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യമാണ്? അങ്ങൊരു അഘോരി സന്യാസിയാണ്. അഘോരി സന്യാസി എന്നതിലുപരിയായിട്ട് സന്യാസികൾക്ക് ധർമ്മം സംരക്ഷിക്കാൻ വേണ്ടി ആയുധമെടുക്കാം എന്നാണ് നമ്മുടെ ധർമ്മങ്ങളെല്ലാം അല്ലെങ്കിൽ നമ്മുടെ സംഹിതകളെല്ലാം പറയുന്നത് എന്ന് കേട്ടിട്ടുണ്ട്. അത് എത്രമാത്രം സത്യമാണ്? ആയോധന കല പോലും പഠിപ്പിച്ചത് സന്യാസികൾ തന്നെയാണ്. ഇവിടെ ഇപ്പം കേരളത്തിലെ ആത്മീയത, കേരളത്തിലെ രീതി എന്ന് പറയുന്ന അഡ്ജസ്റ്റ്മെൻ്റാണ്. ഇവരുടെ രീതികൾ വേറെയാണ്. ഇവരൊന്നും പഠിക്കാതെ കമ്മ്യൂണിസ്റ്റുകളും കുറേ ഈ ബുദ്ധിജീവികളെന്ന് പറഞ്ഞ് കിടക്കുന്ന ഊളകൾ പഠിപ്പിച്ചു വെച്ചു കൊടുക്കുന്ന ഹിന്ദു വിരുദ്ധ കാര്യങ്ങൾ പറഞ്ഞും കേട്ടും പഠിച്ചു നടക്കുന്നവന്മാരാണ്, കേട്ടവരാണ്. കുറിയിട്ട് കഴിഞ്ഞാൽ അതിൽ കുറ്റം, ബലത്തേക്ക് മുണ്ടെടുത്തു കഴിഞ്ഞാൽ അത് കുറ്റം, അവൻ മതവർഗീയവാദിയാണ്. അതേസമയം ഇടത്തോട്ട് മുണ്ടെടുത്ത് തലയിൽ നെറ്റിയിൽ തഴമ്പുള്ളവൻ ഇവിടെ തീവ്രവാദവും പ്രചരിപ്പിച്ച് കടന്നു കഴിഞ്ഞാൽ അവൻ ഇവിടുത്തെ മതേതരനായ വലിയവൻ അല്ലേ? ഹിന്ദുവിൻ്റെ സംസ്കാരം, അതിൻ്റെ മഹത്വം, ഒരു ക്ഷേത്രത്തിൻ്റെ ഗുണം, ഒരു ക്ഷേത്രത്തിൽ ദർശനം നടത്തുമ്പോൾ കിട്ടുന്ന പ്രത്യേകതകൾ, മനുഷ്യൻ്റെ സൂക്ഷ്മ ശരീരത്തെ വളർത്തുന്ന രീതി, നമ്മുടെ ചിന്താധാരകളെ ഉയർത്തുന്ന രീതി, അറിവിൻ്റെ ആ കൈലാസം പേറാനുള്ള വഴികൾ കാണിച്ചു തന്ന് ഈ ഭാരതത്തിൻ്റെ നന്മകളെപ്പറ്റി പഠിപ്പിക്കാനോ പ്രചരിപ്പിക്കാനോ നമ്മളുടെ മാധ്യമങ്ങൾ തയ്യാറായിരുന്നില്ല. ആരൊക്കെയാണോ ഹിന്ദുത്വത്തിന് വേണ്ടിയിട്ട് ധർമ്മത്തിന് വേണ്ടി ഫൈറ്റ് ചെയ്യുന്നത് അവരെയൊക്കെ വെട്ടി വീഴ്ത്താൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു വലിയ കോക്കസ് ഉണ്ടായിരുന്നു. 20,000 കോടി രൂപയാണ് പാകിസ്ഥാൻ എന്ന് കേരളത്തിലെ പൊളിറ്റീഷ്യൻസ് കൈപ്പറ്റിയത് ഹിന്ദുത്വത്തെ തകർക്കാൻ വേണ്ടി. ആ സമയത്താണ് ഞാൻ ഇതിനെതിരെ ഫൈറ്റ് ചെയ്തത്. അന്ന് BJP ഒന്നും ഇത്ര ശക്തമൊന്നും അല്ലായിരുന്നു. ഒരു വിശ്വഹിന്ദു പരിഷത്തോ ഹിന്ദു ഐക്യവേദിയോ RSSകാരോ BJPക്കാരോ ഒന്നും ആ സമയത്ത് എന്നെ സപ്പോർട്ട് ചെയ്യാനുണ്ടായിരുന്നില്ല. അന്ന് ഞാൻ ഒറ്റയ്ക്ക് ഫൈറ്റ് ചെയ്തു. അതിന് ഞാൻ അനുഭവിച്ചു. ഇതിൽ ഉപരി ഞാൻ ആർജിച്ചെടുത്ത കുറേ കാര്യങ്ങൾ, ഇതെല്ലാം ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. എൻ്റെ ഗുരു അതൊക്കെ തന്നെയാണ് ഹിമാലയത്തിൽ നിന്ന് വരുമ്പോൾ പറഞ്ഞത്. നിന്നെ ഒരുപാട് പേര് ആക്രമിക്കും, പക്ഷെ നിന്നെ തകർക്കാൻ പറ്റില്ല. നിന്നെ സഹായിക്കാൻ ആൾക്കാർ വരും. അത് ദേവതകൾ മനുഷ്യരൂപത്തിൽ വന്ന് നിന്നെ സഹായിക്കാൻ വരുമെന്ന് പറയും. അതൊക്കെ സംഭവിച്ചു.